ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രോഷ്യ ഹാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇത് അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഇതിന് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് മതി കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആക്രിലിക് ആണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ഇതുപോലെയുള്ള വൂളൻ യാണൊക്കെ മതി കേട്ടോ. നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ 10 രൂപക്കൊക്കെ മേടിക്കുന്ന യാണാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിന് ശേഷം ഇതുപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള യാണൊക്കെ വാങ്ങി യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു 2 മന്തിൻ്റെ ക്രോഷ്യയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് ഹുക്കും പിന്നെ അതുപോലെ ഈ ഒരു കത്രിക പിന്നെ ആ യാണൊക്കെ. ഈ ഒരു ഹാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക മാജിക് റിംഗ് ആണ്. പിന്നെ ബേസിക് ചെയിൻ, ട്രിപ്പിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, ഫാസ്റ്റനിങ് ഓഫ്. അത് നമ്മൾ എല്ലാ ക്രോഷ്യ വർക്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഫാസ്റ്റനിങ് ഓഫ്. അത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. മാജിക് റിങ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യം നമ്മളെ വിരലിൽ യാണ് ചുറ്റിയിട്ട് ഒരു എക്സ് ആകൃതിയിൽ നമുക്ക് യാണ് കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ നമ്മളെ ഹുക്ക് കടത്തിയിട്ട് നമ്മൾ മറ്റേ യാണിനെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഇതിനെയാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവർ വീണ്ടും ഒന്നും കൂടെ കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റിങ്ങിനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കിടക്കുന്ന യാണ് കണ്ടോ, അപ്പോൾ ആ യാണിനെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു റിങ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ മാജിക് റിങ് ചെയ്തതിന് ശേഷം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഹുക്കൊക്കെ കയ്യിൽ നിന്ന് ചിലപ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ട്രിപ്പിൾ ക്രോഷ്യ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലേക്കാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 4 ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിൽ ഒരു തവണയാണ് ചുറ്റി കൊടുത്തിട്ട് മാജിക് റിങ്ങിലൂടെ ഹുക്കിനെ കടത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ സെക്കൻഡ് ടൈം വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുക. പിന്നെ സ്റ്റിച്ച് തെറ്റിയെന്ന് കണ്ടാൽ നമ്മൾ വീണ്ടും അത് അഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇതുവരെ നമ്മൾ ചെയ്തത് ബേസിക്കായിട്ട് 3 ചെയിന്, 3 ട്രിപ്പിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ എക്സ്ട്രാ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ വശം കിട്ടാനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തതിനെ തിരിച്ച് ചെയ്യുക. ഫസ്റ്റായിട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ, 3 ചെയിൻ ചെയ്യുക. ലാസ്റ്റ് നമ്മൾ 3 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക.
സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്ത ആ ഒരു ആദ്യത്തെ ചെറിയൊരു യാണുണ്ടല്ലോ, അത് നമ്മൾ പിടിച്ച് കുറച്ചിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ സെൻറ്ററിലുള്ള ഹോളൊന്ന് ക്ലോസ് ആയിട്ട് കിട്ടും. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായത് കാരണം ആ സമയത്ത് വീഡിയോ കിട്ടിയിട്ടില്ല, സോറി. അപ്പോൾ അതേ ആ യാണ് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. എന്നിട്ട് പിന്നെ നമ്മൾ ഫാസ്റ്റനിങ് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ് ഹാർട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.